നമസ്കാരം. ഇന്നിപ്പോൾ നമ്മൾ പൊടിയൻ എൻ്റെ കൂടെ ഇല്ല, പൊടിയൻ വന്നില്ല. പൊടിയൻ വരാത്തതുകൊണ്ട് പൊടിയൻ്റെ സംശയങ്ങളെല്ലാം ചെറിയ ചെറിയ സംശയങ്ങളാണ്. പൊടിയൻ സംശയങ്ങൾ ചോദിക്കുമ്പോൾ ചെറിയ ചെറിയ സംശയങ്ങളാണ്, അത് ചിലപ്പോൾ വലിയ സംശയങ്ങളൊക്കെ ആവും. അപ്പോൾ ഇന്നിപ്പോൾ പൊടിയൻ ഇല്ലെങ്കിലും നമ്മൾ തിരുവനന്തപുരത്ത് നടക്കുന്ന ഒരു ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നാട്ടുകാർ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മളെ ദേശത്ത് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഗ്രേസി ചേച്ചിയുടെ മോൻ ഈ കോർപ്പറേഷനിൽ ജോലിക്ക് പൊയ്ക്കൊണ്ടിരുന്നവനാണ്. അപ്പോൾ അവൻ ഇപ്പോൾ കോർപ്പറേഷനിൽ ജോലിക്ക് പോകുന്നുണ്ട്. പക്ഷെ അന്ന് ഇവൻ ജോലിക്ക് കയറുമ്പോൾ അവിടെ ഒരു ശുചീകരണ തൊഴിലാളിയായിട്ടാണ് ഇവൻ കയറിയത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴത്തേക്കാണ് ഇവൻ അവിടെ ശുചീകരണ തൊഴിലാളിയല്ല. അപ്പോൾ അതാണ് ഞാനിപ്പോൾ ഇവിടെ ഈ പറയാനായിട്ട് പോകുന്നത്. അതായത് നിങ്ങൾക്ക് ഇവിടെ ഈ പറയണ പോലെ ഒരു ജോലി വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങളിപ്പം മുട്ടിലെഴയേണ്ട, PSCയിൽ പോയിട്ട് പരീക്ഷ എഴുതണ്ട, റാങ്ക് ലിസ്റ്റ് വരണത് വരെ കാത്തിരിക്കേണ്ട, ലിസ്റ്റ് വന്നാലും ക്യാൻസലായി പോകുമെന്നുള്ള പേടി വേണ്ട. അപ്പോൾ ഇതെല്ലാം ഈ തൊഴിൽ രഹിതർ നമ്മളിപ്പോൾ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ യാതൊരു നിബന്ധനകളും ഇല്ലാതെ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ് ഗ്രേസി ചേച്ചിയുടെ മോൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ അവനാണെങ്കിൽ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളതാണ് എൻ്റെ അറിവ്. പക്ഷെ ചെറുക്കൻ ഇപ്പോൾ അവിടുത്തെ ജോലി ചെയ്യണത് എന്തോ കമ്പ്യൂട്ടർ ഓപ്പറേറ്ററോ അങ്ങനെ വേറെ എന്തൊരു ജോലിയാണ്. അതായത് ഇപ്പം നമ്മളെ മേയർ കൊച്ച് ആര്യ രാജേന്ദ്രൻ്റെയും ഡെപ്യൂട്ടി മേയർ അണ്ണൻ്റെയും കൂടെ ഓഫീസിൽ നിന്ന് ചില നിയമനങ്ങൾ നടക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് നമ്മുടെ ആമയിഴഞ്ചത്തോട് വൃത്തിയാക്കാനായിട്ട് നമ്മളെ ജോയി എന്ന് പറഞ്ഞൊരു പാവം മനുഷ്യൻ ഇറങ്ങിയത് ഓർമ്മയില്ലേ? അപ്പോൾ അത് കരാറടിസ്ഥാനത്തിലാണ് എടുത്തെന്നാണ് പറയണത്. അങ്ങനെ ആ മനുഷ്യൻ ഇറങ്ങി അത് പോയി, അദ്ദേഹത്തിന് ഒരു ആപത്ത് പറ്റി, അയാൾ മരിച്ചുപോയി, അയാൾ വീട് നമ്മൾ അങ്ങ് നെയ്യാറ്റിൻകരയ്ക്കൊക്കെ അടുത്തതിനപ്പുറത്തൊക്കെയാണ്. അങ്ങനെ ഒരു വലിയ സംഭവമൊക്കെ നമ്മൾ കണ്ട്. അപ്പോൾ അതിനുശേഷം മുഖ്യമന്ത്രി എന്ത് ചെയ്ത് ഇത് കോർപ്പറേഷനിൽ ഇങ്ങനെ ഈ വൃത്തിയാക്കൽ തൊഴിലാളികൾ എത്രത്തോളം ഉണ്ട് എന്ന് നോക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ നോക്കാനായിട്ട് പറഞ്ഞപ്പോഴത്തേക്കാണ് അറിയണത് ഇതേപോലെ നമ്മുടെ ആദ്യം ക്ലീനിങ് തൊഴിലാളിയായിട്ട് കയറിയവർ പലരും, അതായത് 7ാം ക്ലാസ്സും യോഗ്യതയൊക്കെ മാത്രമേ ഈ ജോലിക്ക് ആവശ്യമുള്ളൂ. അവർക്ക് ഇങ്ങനെ അവരെ പലരെയും ഈ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയൊക്കെ ഓഫീസിൽ നിന്ന് അവരുടെ ജോലി മാറ്റി കൊടുത്തെന്നൊക്കെയാണ് പറയണത്. അതായത് അതിൽ ഇങ്ങനെ കിട്ടുന്ന ഈ ജോബ്, അതായത് ഈ ജോലി എന്ന് പറഞ്ഞാൽ ക്ലർക്ക് മുതൽ ഏത് തസ്തികയിലും ഈ ക്ലീനിങ് തൊഴിലാളിയായിട്ട് കയറുന്ന യവൻ, ഏത് കോർപ്പറേഷനിൽ ഒരു ക്ലീനിങ് തൊഴിലാളിയായിട്ട് കയറുന്ന യവൻ ഇപ്പോൾ വളർന്ന് വലുതായി ഇപ്പം ഞാൻ ഗ്രേസി ചേച്ചിയുടെ മോൻ്റെ കഥ പറഞ്ഞ പോലെ പലരും പല ഡിപ്പാർട്ട്മെൻറ്റുകളിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. അതിപ്പോൾ തിരുവനന്തപുരത്താണ് അതിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രം. തിരുവനന്തപുരം കോർപ്പറേഷനാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിരിക്കുന്നത്. അതായത് അതിന് വേണ്ട യോഗ്യത എന്ന് പറഞ്ഞാൽ ഭരണ മുന്നണിയിലെ ഏമാന്മാരുടെ ആശ്രിതന്മാർക്കാണ് ഇങ്ങനെ എളുപ്പത്തിൽ മേയറുടെ അസിസ്റ്റൻറ്റ്, ഡെപ്യൂട്ടി മേയറുടെ അസിസ്റ്റൻറ്റ്, പരാതി പരിഹാര സെല്ല്, OOമാരുടെ പോസ്റ്റ്, ശുചീകരണ വിഭാഗം, ആരോഗ്യ വിഭാഗത്തിൽ ഇതിൻ്റെ കീഴിലൊക്കെയാണ് അഴിമതി വളരെ നല്ല രീതിയിൽ. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിക്കേണ്ട, ടെസ്റ്റ് എഴുതണ്ട, റാങ്ക് ലിസ്റ്റ് വെയിറ്റ് ചെയ്യേണ്ട, അഥവാ റാങ്ക് ലിസ്റ്റ് വന്നാൽ തന്നെയും കാത്തിരിക്കേണ്ട, റാങ്ക് ലിസ്റ്റ് ക്യാൻസലായി പോകുമോ എന്നുള്ള പേടി വേണ്ട, ഒന്നും വേണ്ട. ചുരുക്കത്തിൽ കൈ നനയാതെ മീൻ പിടിക്കാം. ഓഫീസ് അസിസ്റ്റൻറ്റ്, പിയൂണ്, ജനസേവന കേന്ദ്രത്തിലെ കൗണ്ടറുകൾ ഒക്കെ റിക്രൂട്ട് ചെയ്യണത് ആദ്യം ശുചീകരണ തൊഴിലാളിയായിട്ട് അങ്ങ് കയറും. ശുചീകരണ തൊഴിലാളി ഒരു 3 മാസം പോലും ജോലി ചെയ്യില്ല. 3 മാസം പോലും ജോലി ചെയ്യാതെയാണ് ഇങ്ങനെ ഇവരെല്ലാം അങ്ങ് നേരെ സർക്കാരിൻ്റെ വേറെ ഉയർന്ന ഉദ്യോഗസ്ഥർ ജോലി ചെയ്യണ പോസ്റ്റുകളിലൊക്കെ ഇവരങ്ങ് ജോലികൾ ചെയ്യണം. ഇതാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ പൊടിയൻ ചെറുക്ക ഇന്ന് വന്നിട്ടില്ല. ഇത്രയും കാര്യങ്ങൾ ലോകം അറിയേണ്ട ഒരു കാര്യമാണ്. അതായത് ഞാനിപ്പോൾ ഗ്രേസി ചേച്ചിയുടെ മോൻ്റെ കാര്യം പറഞ്ഞ്, അതുപോലെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പം കുന്നുകുഴിയിലായിരുന്നാലും അതിനപ്പുറത്ത് ജൽ ഹോസ്പിറ്റലായിരുന്നാലും അവിടെ ഇവിടെയൊക്കെയുള്ള പാർട്ടിയിലെ സഖാവിൻ്റെയും നമ്മൾ പറയും പോലെ സഖാത്തികളെയൊക്കെ മക്കളെയൊക്കെയാണ് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള ജോലികൾ കൊടുത്തേക്കുന്നത്. ഇവിടെ പഠിച്ച് നടക്കണ നമ്മളെ മറ്റേ പയ്യൻ ഗിൽബർട്ട്, ജോസഫ്, യവന്മാർക്കൊന്നും
ജോലികളൊന്നുമില്ല. ഇങ്ങനെ ജോലികളൊന്നുമില്ലാതെ എന്ത് ചെയ്യാൻ? ഇങ്ങനെയാണ് പുതിയ നിയമനങ്ങൾ വരണം. ഇതൊക്കെ വല്ലതും സർക്കാർ അറിയണ്ട. മുഖ്യമന്ത്രി വിളിച്ച് അന്വേഷിച്ച് ശുചീകരണ തൊഴിലാളികളുടെ എണ്ണത്തിൽ കുറവെന്ന് പറഞ്ഞ് പിന്നെ ആ ഫയൽ എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. ആര്യ രാജേന്ദ്രൻ എടുത്ത് എവിടെയോ മാറ്റി, ഡെപ്യൂട്ടി മേയറും എടുത്ത് എവിടെയൊക്കെയോ മാറ്റി വെച്ച്, അതിപ്പം എവിടെയാണെന്ന് അറിയില്ല. ഏതായാലും പഠിക്കണ്ട, പരീക്ഷ എഴുതണ്ട, റാങ്ക് ലിസ്റ്റ് കാക്കണ്ട, ഒന്നും വേണ്ട. ശുചീകരണ തൊഴിലാളി 7ാം ക്ലാസ് പഠിച്ചിരുന്നാൽ മതി. വൈറ്റ് കോളർ ജോബാണ് കാത്തിരിക്കുന്നത്. എന്തായാലും കൊള്ളാം കേട്ടോ.